നമ്മുടെ ശബരിമല യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് മിക്കവാറും ഒക്കെ ശബരിമല യാത്രയുടെ വിശേഷങ്ങൾ നമ്മൾ തീർക്കും ഇന്ന്. സത്യത്തിൽ ഈ ശബരിമല എന്ന് കേട്ട് നമുക്ക് ഫെമിലിയർ ആയെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ഒരു അനുഭൂതി, അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിച്ച് അനുഭവിക്കാൻ പറ്റൂ. ഇനി ഞങ്ങൾക്ക് ഏകദേശം 700 മീറ്ററേ ഉള്ളൂ സന്നിധാനത്തോട്ട് എത്താനായിട്ട്. അത്രയ്ക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷവും, സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇവിടെ ഇഷ്ടം പോലെ സത്യത്തിലൊരു ഉത്സവപ്പറമ്പിനെ ഒരു ഉത്സവപ്പറമ്പിലെത്തിയതുപോലുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഈ ഡോളികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട്. ഡോളികൾ വരുന്നുണ്ടെങ്കിൽ അവന്മാരെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മൾ അറിയാതെ ഇടിയും ഒക്കെ വാങ്ങിക്കും. ചിലപ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. നമുക്ക് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മുന്നിലുള്ളതൊന്നും കാണത്തില്ല കേട്ടോ. ഈ ചുറ്റുപാടുമൊക്കെ ആസ്വദിച്ച് പോകാനായിട്ട് തന്നെ ഇഷ്ടം പോലുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. എന്തോ ഭംഗിയെന്നറിയാമോ ഇതിൻ്റെ ആ ഒരു മലനിരകളുടെ കാഴ്ചയും സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഒരു കാഴ്ചയും എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു ഭയങ്കരമായ ഒരു അനുഭവമായി പോയി കേട്ടോ. കണ്ടോ, മലയിടുക്കുകൾക്ക് ഇടയിൽ കൂടെ ആ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയെന്നറിയാമോ. ഇവിടെ നമ്മളെ ക്യൂ നിൽക്കാനായിട്ട് വന്നതാ കേട്ടോ. വൃക്ഷലതാദികളുമൊക്കെ ആയിട്ട് ഇത്രയും ജനത്തിരക്കുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയും ആ ഒരു അനുഭൂതിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ജീവിതത്തിൽ വേറെങ്ങും ചെന്നാൽ കിട്ടത്തില്ല. സത്യം, ശബരിമല യാത്രയുടെ അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വന്നേ പറ്റുള്ളൂ. വേറെ എങ്ങും പോയാൽ പറ്റത്തില്ല. സത്യം, ഇവിടെ നല്ല ക്യൂ ആ കേട്ടോ. ഞങ്ങള് ഇവിടെ ഇടയ്ക്കൂടെ ചെറിയൊരു വഴിയുണ്ട്. ഇനി താപ്പോട്ടാണോ പോകേണ്ടിയത് മേപ്പോട്ടാണോ പോകേണ്ടിയത്? താപ്പോട്ടല്ല, മേപ്പോട്ടാ പോകേണ്ടിയത്. താപ്പോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഇവിടുന്ന് ക്യൂ. അയ്യോ, ഞങ്ങൾ ഇതിന് ഇടയ്ക്കൂടെ കയറാനൊരു ശ്രമം നടത്തി, പക്ഷെ അത് നടന്നില്ല. കാരണം ക്യൂ മോളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതന്നെയല്ല, നമ്മളങ്ങനെ ഇടയ്ക്കൂടെ കുത്തി കയറുന്നതും ശരിയല്ലല്ലോ. ഇവരെല്ലാം ഇത്രയും ഭക്തജനങ്ങൾ ഈ ക്യൂവിൽ നിന്ന് വന്നതല്ലേ. നമുക്കും പോയി ക്യൂ നിൽക്കാം, നമുക്ക് തിരക്കൊന്നുമില്ല. എത്ര നേരം വേണേ നമ്മൾ നിൽക്കും. സത്യം, ഇവിടെ നിന്നാലേ നമുക്ക് മതിയാവത്തില്ല കേട്ടോ. അയ്യോ, ഞങ്ങൾ ക്യൂവിൽ നിന്ന സമയത്ത് കണ്ടോ പന്നിയുടെ ശല്യമുണ്ട് ഇവിടെ കേട്ടോ. ശരിക്കും കാട്ടുപന്നിയാണോ നാട്ടുപന്നിയാണോ എന്നൊന്നും അറിയാൻ വയ്യ. എന്നാലും ദേഹം മൊത്തം അഴുക്കുമൊക്കെ ആക്കി ഒരു പന്നി അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ വല്ല വിധേനയും നടപ്പന്തലിലെത്തി. സത്യം പറഞ്ഞാൽ ഈ ആന്ധ്രയിൽ നിന്നും പിന്നെ അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വന്നവര് നല്ല ഇടിയാണ് ഇടിക്കുന്നത് നമ്മളെ. ഒരാവശ്യമില്ല, ഒരു കാര്യമില്ലാതെ വെറുതെ ഇടിക്കും. ഇനിയിപ്പോൾ നമ്മൾ നടപ്പന്തൽ വരെ എത്തി. ഈ നടപ്പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 13-14 ലൈനാണുള്ളത്. അപ്പോൾ ഓരോ ലൈനായിട്ട് അങ്ങ് തുറന്നു വിടുക. ആ വഴിക്ക് ഓടി കയറിക്കോണം. ഇവിടെ കണ്ട ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്ക്രീനിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തെയും ലൈവ് കാഴ്ചകളാണ്. ഇവിടെല്ലാം വീഡിയോ പിന്നെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ആ സന്നിധാനത്തെ ഭഗവാന്റെ മുന്നിലുള്ള കാഴ്ചകളാണ്. ഭഗവാന്റെ മുന്നിൽ വേറൊരു CCTV വെച്ചുള്ള വേറൊരു ദൃശ്യം. ഇവിടെ കംപ്ലീറ്റ് CCTV ആണ് കേട്ടോ. നടപ്പന്തൽ മുതൽ അങ്ങോട്ട് കംപ്ലീറ്റ് CCTV ആണ്. പക്ഷേ ഭഗവാനെ കാണാൻ പറ്റത്തില്ല, ഭഗവാനെ എടുത്തിട്ടില്ല. ആ രീതിയിലാണ് ഈ CCTV എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. മാളികപ്പുറത്തിൻ്റെ അവിടുത്തെയും എല്ലാം മൊത്തം CCTV വിഷ്വൽ ഉണ്ട് കേട്ടോ. ഓ, ഇവിടുത്തെ നമ്മുടെ ആ പറയൊക്കെ ഇടുന്ന സ്ഥലം, ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, 10-14 ക്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 10-14 ലൈനാണ്. അപ്പോൾ ആ ലൈനിൽ നമുക്കിത് തുറക്കുന്നതിൻ്റെ അനുസരിച്ച് ഓരോരോ ലൈനുകൾ വെച്ച് മൊത്തത്തിൽ നമുക്ക് കയറിപ്പോവാം. അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ ഏകദേശം ലാസ്റ്റ് ലൈനാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. 14ാമത്തെ ലൈനാണ്. ഇനിയിപ്പോൾ 13 ലൈൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അയ്യോ, അതാണ്ട് 18ാം പടി കയറുന്ന വിഷ്വൽസും ഉണ്ട് കണ്ടോ.
നമ്മളും വരും ഇതിനകത്ത് കേട്ടോ. അയ്യോ കൊള്ളാം. ഭഗവാനേ സ്വാമിയേ ശരണമയ്യപ്പ. ദൈവമേ, ഇതുവഴി ട്രക്കുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇത് ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ട 2 സുഹൃത്തുക്കളാണ് കേട്ടോ. അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളങ്ങനെ 18-ാം പടിയുടെ മുന്നിലെത്തി. ഞങ്ങളുടെ ക്യൂ തുറന്നു വിട്ടു. സത്യം പറഞ്ഞ ഏകദേശം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നു. ഞങ്ങളപ്പോ ഒന്ന് ഒരു സെൽഫി എടുത്തേക്കാവെന്ന് വെച്ചു. അച്ഛനും അമ്മയും ഞാനും കൂടെ ഉള്ളത്. അയ്യോ, അമ്മ കണ്ടോ, ഒരു വല്ലാത്ത ഒരു ഭക്തി നിർഭരവും ഭയചകിതവുമായ ഒരു അവസ്ഥയില അമ്മയുടെ നിപ്പ്. പാവം. ഇതാണ് 18-ാം പടി. ഞങ്ങളത് കഴിഞ്ഞ് 18-ാം പടി കയറി കീശാന്തിയുടെ റൂമിലെത്തി. നമ്മൾ ഈ സത്യത്തിൽ 18-ാം പടി കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 18-ാം പടി കയറുന്നതിന് ഒരു റെക്കമെൻഡേഷനും ഒരു ഇതും ഇല്ല കേട്ടോ. 18-ാം പടി നമ്മൾ ക്യൂ നിന്ന് തന്നെ കയറിയേ പറ്റുള്ളൂ, 18-ാം പടി ചവിട്ടണമെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തൂടെ കയറി ആരെയെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭഗവാനെ തൊഴാൻ പറ്റും. പക്ഷെ കെട്ടുമുറുക്കി 18-ാം പടി കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിന്നല്ലാതെ വേറൊരു രക്ഷയില്ല. അതിനെയും പ്രധാനമന്ത്രി, ചിലപ്പോൾ പ്രധാനമന്ത്രിക്കൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ അതിൽ താപ്പോട്ടുള്ളവർക്ക് ആർക്കും പറ്റില്ല. ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മാളികപ്പുറത്തെത്തി. മാളികപ്പുറത്ത് ദാ ഇവിടെ ഒരു വാതിൽ കേട്ടോ, ഒരു ഗോപുരവാതിൽ പോലെ ഒരു സംഭവം ഉണ്ട്. നമുക്കതിൻ്റെ ഇപ്പുറത്തൂടെ ഇനി കയറി വരാം, അതുവഴിയും ഇറങ്ങിപ്പോവാം. ആ ഗോപുരവാതിൽ ഇറങ്ങാനായിട്ട് തന്നെ നല്ലൊരു ക്യൂ ഉണ്ട് കേട്ടോ, ആളുകൾ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഐതിഹ്യം കാണും അതിന്. ഇവിടെ മണിമണ്ഡപം, ഓഹോ, ഇതാണ് മാളികപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള മണിമണ്ഡപം. ഈ മണിമണ്ഡപത്തിന്റെ താഴെ ചെറിയൊരു സ്പേസിൽ, ഒരു ഗ്രൗണ്ട് സ്പേസിൽ ഒരു 5-10 പേര് പാട്ടകൊട്ടിപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഈ എന്തോ ഒരു സംഭവം, പാട്ട പോലൊരു സംഭവം വെച്ചിട്ട് അതിൽ കൊട്ടി ആ ശബ്ദതരംഗങ്ങളുടെ പിന്നെ ഇതിനനുസരിച്ച് നമ്മുടെ ഭാവി ഫലങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ പാട്ടകൊട്ടിപ്പാട്ടെന്ന് പറയുന്നത്. ഇത് വേറെ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിലുണ്ട്, പക്ഷേ എനിക്കിത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഈ ശബരിമല മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ പാട്ടകൊട്ടിപ്പാട്ടെന്നും പറഞ്ഞൊരു ചടങ്ങ്. ഇത് ചോറ്റാനിക്കരയോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അന്നദാനമണ്ഡപം. അയ്യോ, അങ്ങനെ അയ്യപ്പസ്വാമിയെ മംഗളമായിട്ട് വരാൻ പറ്റി. എന്തായാലും വളരെ സുഖകരമായ ഒരു ദർശനമായിരുന്നു. നല്ല മംഗളമായിട്ട് പോയി ഈശാന്തിയുടെ റൂമിലൊക്കെ പോയി. ഞങ്ങൾ അതിനുശേഷം നേരെ തിരിച്ച് മല ഇറങ്ങുന്ന കുറച്ച് കാഴ്ചകളോടെ ഞാൻ കാണിച്ചു തരാം. കാരണം എന്തറിയോ, ഇത് ശരിക്കും ഞങ്ങൾ കാനനപാത വഴിയാണ് വരുന്നത്. കാനനപാത മുമ്പ് സത്യം പറഞ്ഞാൽ പിന്നെ മണ്ണ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഇത് ഒരുമാതിരി ഒരു വല്ലാത്തൊരവസ്ഥയിലായി, മൊത്തം കോൺക്രീറ്റ് ഇട്ടിരിക്കുക. മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല. അച്ഛനൊക്കെ പാവം താണ്ട്, അച്ഛന് വയ്യ കേട്ടോ. അച്ഛനെ ഡോളി വേണമെന്ന് ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചു അച്ഛന്, പക്ഷെ ഡോളി ഒന്നും വേണ്ട, ഞാൻ നടന്നു തന്നെ ഇറങ്ങും എന്ന് പറഞ്ഞിരിക്കുക. ഒരു കോമഡി അതല്ല. പിന്നെ ഞങ്ങള് പിന്നെ മോളിന്ന് സന്നിധാനത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് അച്ഛനോട് ചോദിച്ചു ചെരുപ്പ് വേണമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ചെരുപ്പ് വേണ്ടാന്ന്. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണം. ഞങ്ങൾ 3 പേരും ചെരുപ്പ് വാങ്ങിച്ചില്ല, അമ്മ മാത്രം ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടു. അതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു കേട്ടോ. സത്യത്തില് നമുക്ക് സന്നിധാനം വരെ ചെരുപ്പിട്ടുണ്ട് പോകാം കേട്ടോ. ഇനി വരുന്നവരൊക്കെ ചെരുപ്പിടാതെ ഒരു കാരണവശാലും വരരുത്, ഉപ്പാടളയി പോകും. കാരണം ഇത് വെയിലടിച്ചിട്ട് ഈ കോൺക്രീറ്റ് പാതയിലെ ഈ മെറ്റിലുകളൊക്കെ ഉണ്ടല്ലോ, ഒരുമാതിരി നല്ല ചൂട് പിടിച്ച് കിടക്കുക. ചെരുപ്പിട്ടോണ്ട് വന്നിട്ട് തന്നെ കണ്ട അമ്മ കണ്ടില്ലേ, അമ്മ ഒന്ന് പാതി വഴിക്ക് നിൽക്കുക. അതല്ല, ഡോളി വരുന്ന കണ്ടിട്ട് അമ്മ നിന്നേ കേട്ടോ. ഡോളി വരുമ്പോൾ നമ്മൾ മാറി നിന്നില്ലെങ്കിലേ അവന്മാര് ചിലപ്പം തട്ടിയിട്ട് പോകും. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ശബരിമല യാത്രയുടെ വിശേഷങ്ങൾ ഇന്നുകൊണ്ട് തീർക്കുകയാണ്. ഇവിടെ ഔഷധ കുടിവെള്ളം കണ്ടുകൊണ്ട്